ഈ ഏരിയ താമസിക്കുന്ന ഒരുമാതിരിപ്പെട്ടവരൊക്കെ എനിക്കറിയാം. ആളിന്റെ പേരറിയാവോ? പേര് ഞാൻ ഓർക്കുന്നില്ല. പഴയൊരു ഓർമ്മ വെച്ച് വന്നതാ. ആ വീട്ടിൽ നേരത്തെ ഉണ്ടെന്ന വാടകക്കാര് മാറിപ്പോയി. ഇപ്പോ നെല്ലിശ്ശേരിക്കാരാ അവിടെ വാടകയ്ക്ക് താമസിക്കുന്നു. മോൾക്ക് നെല്ലിശ്ശേരിക്കാരെ അറിയില്ലേ? അത് കേട്ടിട്ടുണ്ട്. ഒരു കാലത്ത് പ്രതാപത്തോടെ കഴിഞ്ഞ ആൾക്കാരാ. ഏതോ കേസിൽ പെട്ട് പാപ്പരായിപ്പോയി. ചേട്ടൻ അവരെ അറിയോ? നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ മകൻ സച്ചി നമ്മുടെ സ്റ്റാൻഡിലല്ലേ ടാക്സി ഓടിക്കുന്നത്. സച്ചേട്ടനെ അല്ല, സച്ചി അറിയോ? പിന്നെ അറിയാതെ. ഡ്രൈവർമാരുടെ കൂട്ടത്തിലെ ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ ഞാൻ വേറെ കണ്ടിട്ടേ ഇല്ല. ആ സേതുമാധവൻ സാറ് മരിച്ചതിൽ പിന്നെയാ ഇവരെല്ലാം ഇത്ര കഷ്ടത്തിലായി പോയത്. ഇപ്പൊ കണ്ടില്ലേ, വല്ലവരുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുക. സ്വത്തിന് വേണ്ടിയിട്ടുള്ള കേസ് നടക്കുന്നത് സച്ചി പറയാറുണ്ട്. അതൊക്കെ ഇനി എന്താവോ എന്തോ. അതൊക്കെ തിരിച്ചു കിട്ടും ചേട്ടാ. അതെങ്ങനെ മോക്കറിയാം? അത് പിന്നെ ന്യായത്തിന്റെ പക്ഷത്തല്ലേ കോടതി നിയമമൊക്കെ നിൽക്കും. അവരുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ അവർക്കത് തിരിച്ചു കിട്ടാതിരിക്കില്ലല്ലോ. ഈ സച്ചിയുടെ ഭാര്യ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ സ്റ്റാൻഡിലെ ഡ്രൈവർമാര് പറഞ്ഞു കേട്ടറിയാം. 8-10 കൊല്ലം മുമ്പ് എന്തോ കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ 2 കുട്ടികളിൽ ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോയി. ആ പെണ്ണ് അവന്റെ ഭാഗ്യമായിരുന്നു. അവള് പോയ പിന്നെ അവനെല്ലാം നഷ്ടപ്പെട്ടത്. ഇത്ര ആർഭാടത്തിലും സമ്പത്തിലും ഒക്കെ ജീവിച്ചിരുന്നവരാ. നാട്ടുകാർക്കും പലതരത്തിലും ഉപകാരികളാണെന്ന് കേട്ടിട്ടുണ്ട്. എന്ത് ചെയ്യാൻ, ഇപ്പൊ ഇതായിപ്പോയി അവസ്ഥ. ആ സച്ചിയുടെ കാര്യമാണ് കഷ്ടം. അതെന്താ ചേട്ടാ? അവനിപ്പോഴും ആ പെണ്ണും കൊച്ചും തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അവരെ അന്വേഷണം നടക്കുക. ഇടയ്ക്കിടയ്ക്ക് നാട്ടുകാരെ കയ്യിൽ നിന്ന് നല്ല തല്ലും കിട്ടും. അതെന്തിനാ ചേട്ടാ? ഏത് നിമിഷവും ഭാര്യയുടെ ഓർമ്മയല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഭാര്യയാണെന്ന് പറഞ്ഞ് ആൾക്കൂട്ടത്തിലുള്ള ഏതെങ്കിലും പെണ്ണുങ്ങളെ കൈ കയറി പിടിക്കും. നമ്മളെ നാട്ടുകാരല്ലേ, ആരെങ്കിലും വെറുതെ വിടൂ. അങ്ങനെ 1-2 കേസൊക്കെ ഉണ്ടായിട്ടുണ്ട്. പാപം, ഇക്കാലത്തൊരു പെണ്ണിന് വേണ്ടി ആരും ഇങ്ങനെ കാത്തിരിക്കത്തില്ല. വേറൊരു പെണ്ണിനെയും കിട്ടി അവൻ അവന്റെ ജീവിതം നോക്കും. അല്ല പിന്നെ. ആ സച്ചിയുടെ സ്ഥാനത്ത് ചേട്ടനായിരുന്നെങ്കിലോ ഭാര്യയ്ക്ക് വേണ്ടി കാത്തിരിക്കില്ലായിരുന്നോ? എന്തിന്? പോയവള് അവളെ വഴിക്ക് പോട്ടെ എന്ന് വെക്കും.